വിജി തമ്പി എന്ന ഒരു മുൻ സിനിമാ സംവിധായകൻ, ഇപ്പോൾ അദ്ദേഹം BJPയുടെ ഒരു സംസ്ഥാന നേതാവാണത്രേ. ഏതായാലും അദ്ദേഹം ഒരു പുതിയ ആരോപണവുമായി വന്നിട്ടുണ്ട്. ഒരു സിനിമാ നടിക്ക് മതം മാറാനായി മുസ്ലിങ്ങൾ 100 കോടി വരെ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം. അതായത് കേരളത്തിലെ ഒരു സിനിമാ നടിക്ക് അവരുടെ മതം വിട്ട് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി മുസ്ലിങ്ങൾ 100 കോടി വാഗ്ദാനം ചെയ്തു എന്ന്. ഇത്രയും ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിന്റെ മഹത്വം ഉയർത്തുന്ന ഒരു തരത്തിലുള്ള സിനിമാ നടി അതേതാണാവോ? മതം മാറുന്നതിന് 100 കോടി വരെ വാഗ്ദാനം ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉള്ള അതേ സംസ്ഥാനത്തിലാണ് താരതമ്യേന ഭേദപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിലെ പല പെൺകുട്ടികളും ഒളിച്ചോടി പോകുന്നത്. അതായത് അന്യ സമുദായത്തിലെ പെൺകുട്ടികളെ വരെ വിലക്കെടുത്ത് മതം മാറ്റി വിവാഹം കഴിക്കാൻ സിനിമാ നടികൾക്ക് വരെ 100 കോടി വരെ ഓഫർ ചെയ്യാനും മറ്റും സാമ്പത്തിക ശേഷിയുള്ള ഒരു സമുദായം, മറുവശത്ത് അവരുടെ പെൺകുട്ടികളെ വേണ്ട വിധത്തിൽ പരിപാലിക്കാൻ അറിയാത്തതിൻ്റെയോ ആവാത്തതിൻ്റെയോ പേരിൽ ആ പെൺകുട്ടികൾ വെറും കൂലിപ്പണിക്കാരോ മദ്യപാനികളോ മറ്റ് ദുർനടപ്പുകാരായ പല അന്യമതസ്ഥരുടെയും കൂടെ ഒളിച്ചോടിപ്പോകുന്ന സംഭവങ്ങളും അതേ സമയത്താണ് നടക്കുന്നത്. ഏതായാലും വിജി തമ്പി പറഞ്ഞ സിനിമാ നടിക്ക് 100 കോടിയും വാങ്ങി സുഖമായി അവരുടെ ജീവിതം ജീവിക്കാം, കൂടിയാൽ ഒരു പർദ്ദ ഇട്ട് നടക്കണമെന്നേ ഇവർ നിഷ്കർഷിക്കുന്നുണ്ടാവുകയുള്ളൂ. ഹൃദയത്തെ മാറ്റിമറിക്കുന്നത് ദൈവമാണല്ലോ. ഹൃദയം മതപരമായി മാറിയോ 100 കോടി വാങ്ങിയ ശേഷം എന്നുള്ളത് നോക്കാൻ ഏതായാലും ഒരു മത പ്രാസംഗികനോ മതപ്രബോധകനോ സാധ്യമല്ല. എന്നിരിക്കെ ആ സ്ത്രീക്ക് കൂടിയാൽ ഒരു പർദ്ദ ധരിക്കേണ്ട ഗതികേടെ 100 കോടി വാങ്ങി പോക്കറ്റിലിടുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. മറിച്ച് ഇതേ മറുവശത്ത് കരുതിക്കൂട്ടി മുസ്ലിം പെണ്ണുങ്ങളെ വളച്ച് വലയിലാക്കി കല്യാണം കഴിച്ച് 6 മാസത്തിനുള്ളിൽ റെയിൽവേ ട്രാക്കിലേക്കോ ലോഡ്ജ് മുറിയിലേക്ക് വിഷക്കുപ്പിയിലേക്കോ ഫാനിൽ കെട്ടിത്തൂങ്ങിയോ ഓട്ടക്കിണറ്റിലേക്കോ തള്ളിവിടുന്ന തീവ്ര വിഭാഗക്കാരായ ചില വർഗീയ വിഭാഗങ്ങളും ഈ വിജി തമ്പിയുടെ കൂട്ടക്കാരായിട്ടുണ്ട്. അവരെ ഹിന്ദുക്കൾ എന്ന് പറയാനാവില്ല. തികച്ചും കൃത്രിമമായ പച്ച വ്യാജം പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തിനെതിരെ പ്രകോപനം സൃഷ്ടിച്ച് സമുദായത്തിൽ കലാപമുണ്ടാക്കാൻ, സംസ്ഥാനത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിജി തമ്പിയെ പോലെയുള്ളവർ അവർ പറയുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു അത്രേ. വിജി തമ്പി അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പോലും. അതിന് തെളിവ് ഹാജരാക്കാൻ അയാൾക്ക് ബാധ്യതയില്ലേ? ആ തെളിവ് ഹാജരാക്കാതെ അയാളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു പോലും. ഏതായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് അയാൾക്ക് അതിൽ ഉറച്ചു നിൽക്കാനും കൂടുതൽ ഉറപ്പിച്ചു നിർത്താനും ഉള്ള ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് അയാൾക്ക് തൽക്കാലം കഴിച്ചിലാകാം. അതേസമയത്ത് ഇത്തരം വൃത്തികെട്ട ആരോപണങ്ങൾ, പച്ച നുണകൾ ഒരു സമുദായത്തെ പറ്റി, ഒരു വ്യക്തിയെ പറ്റിയല്ല, ഒരു സമുദായത്തെ അടച്ച് ആക്ഷേപിക്കുമ്പോൾ അതിന് തക്കതായ ന്യായങ്ങളോ തെളിവുകളോ രേഖകളോ നിരത്തേണ്ട ചുമതലയില്ലേ ആരോപണം ഉന്നയിക്കുന്നവർക്ക്? അതുപോലും ആവശ്യമില്ലാതെ വെറുതെ ഇരുന്ന് വായുവിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് നുണകൾ മെനഞ്ഞെടുത്ത് ഒരു സമൂഹത്തിന് നേരെ വലിച്ചെറിയുകയോ? ഇത് എവിടുത്തെ ന്യായമാണ്? ആ വ്യക്തിയുടെ തന്നെ ആളുകളാണ് മറുവശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെൺകുട്ടികളെ വളച്ച് വശീകരിച്ച് ജീവിതം കൊടുക്കാൻ തയ്യാറാകാതെ, ഒരു ജീവിതം കൊടുക്കാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ നമുക്കൊരു പരാതിയുമില്ല അതിൽ. പക്ഷേ ഒരു ജീവിതം മോഹിച്ച് ഈ പെൺകുട്ടികൾ അവരുടെ വലയിൽ വീണ് 6 മാസത്തിനുള്ളിൽ കൂടിയാലാണത് റെയിൽവേ ട്രാക്കിൽ അനാഥപ്രദമായി അവശേഷിക്കുന്നത്. ഇവിടെ 100 കോടി കൊടുത്താലും 200 കോടി കൊടുത്താലും ഇനി ഒന്നും കൊടുക്കാതെയും മുസ്ലിങ്ങൾ മതം മാറ്റിയ മിക്കവാറും അധിക പെൺകുട്ടികൾക്കൊന്നും ഈ ഒരു അപമൃത്യുവിന്റെ ഗതികേടുണ്ടായിട്ടുള്ളതായി വാർത്തകളിൽ നിന്ന് മനസ്സിലായിട്ടില്ല. ഏതായാലും ഒരു സമുദായത്തെ കാശ് കൊടുത്ത് വളച്ച് വശത്താക്കി ഈ സമുദായത്തിലേക്ക് മതം മാറ്റേണ്ട ഗതികേട് ഇസ്ലാം മതത്തിനുണ്ടെന്ന് ഇസ്ലാം മതത്തിലുള്ള അധിക പേരും വിശ്വസിക്കുന്നില്ല. അങ്ങനെയും ഒരു വിഭാഗം ഈ മതത്തിന്റെ ലേബൽ ഒട്ടിച്ച് ബോർഡ് പിടിച്ച് നടക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ, അതറിഞ്ഞുകൂടാ. ഏതായാലും സാമാന്യ രീതിയിൽ ഇസ്ലാം മതത്തിന് മറ്റു മതസ്ഥരെ പണം കൊടുത്തോ മറ്റു പ്രലോഭനങ്ങൾ നൽകിയോ മതത്തിലേക്ക് ആളെ എടുക്കേണ്ട ഗതികേടില്ല. മതത്തിലേക്ക് ആളെ എടുക്കാൻ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ഈ മതം ആരെയും നിയമിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വസ്തുത. മിഷനറി പ്രവർത്തനം ക്രിസ്തുമതത്തിലെ പല വിഭാഗക്കാർ നടത്തിയിരുന്നതായും നാം കേൾക്കുന്നുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്.
പക്ഷേ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു മിഷനറി പ്രവർത്തനവും മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു വിങ്ങും ഉള്ളതായി എനിക്കറിഞ്ഞൂടാ. ഇനി ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും പുതിയ ഈ പെട്രോൾ ഡോളറിന്റെ കാലത്ത് അങ്ങനെ വല്ല സംവിധാനങ്ങളും നിലവിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും മതത്തിന് താത്വികമായോ പ്രത്യയശാസ്ത്രപരമായോ അങ്ങനെ ഒരു വിങ്, മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു വിങ് ഇല്ല. പ്രബോധകരുണ്ടാവും, ഉത്ബോധകരുണ്ടാവും. മതത്തിന്റെ നല്ല വശങ്ങളെ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉത്ബോധിപ്പിക്കുന്ന, പ്രബോധനം നടത്തുന്ന ആളുകളെ കാണാം, പണ്ഡിതന്മാരെ കാണാം. എന്നല്ലാതെ മതത്തിലേക്ക് കാശ് കൊടുത്തോ മറ്റ് പ്രലോഭനങ്ങൾ നൽകിയോ ആളെ ചേർക്കാനുള്ള ഒരു റിക്രൂട്ട്മെന്റ് വിങ് യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിലില്ല. പുരുഷ മേധാവിത്വമുള്ളൊരു മേഖലയാണ് മലയാള സിനിമാ രംഗം. പ്രധാനപ്പെട്ട പല നടിമാരും അവിടെ വന്നു പോയിട്ടുണ്ടെങ്കിലും സമൂഹത്തെ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു നടി മലയാളത്തിൽ ഉണ്ടായതായി ഇതുവരെ കേട്ടിട്ടില്ല. ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു നടി ഉണ്ടെന്നും ആ നടിക്ക് 100 കോടിയുടെ ഓഫർ ഉണ്ടെന്നും അവർക്ക് ഇസ്ലാമിലേക്ക് വന്നാൽ സുഖമായ ഒരു പർദ്ദയിട്ട് നടക്കുന്നതിന് 100 കോടി കിട്ടുമെന്നും ശ്രീമാൻ വിജി തമ്പി അവകാശപ്പെടുന്നു. 100 കോടി വില മതിക്കുന്ന ഒരു നടി മലയാള സിനിമക്കുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാമല്ലോ. ഏതായാലും അത്രയും പണം കൊടുത്ത് ഇസ്ലാമിലേക്ക് ഒരു സിനിമാ നടിയെ കൊണ്ടുവരേണ്ട ഗതികേട് മതത്തിലെ ഏത് വിഭാഗത്തിനാണാവോ ഉള്ളത്, അത് മാത്രമാണ് അറിയാത്തത്. ഏതായാലും 100 കോടി വാങ്ങി ഇസ്ലാം മതത്തിലേക്ക് വരുന്നതും കാലണ കയ്യിലില്ലാതെ നല്ല കുടുംബത്തെ ഉപേക്ഷിച്ച് കൂലിപ്പണിക്കാരായ സംഘികളുടെ കൂടെ ഇറങ്ങിപ്പോയി 6 മാസത്തിൽ റെയിൽവേ ട്രാക്കിൽ ഒടുങ്ങുന്നതും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ടല്ലോ. രണ്ടാമത്തേതിനാണ് സോഷ്യൽ പ്രാധാന്യമുള്ളത്. കാരണം അതിനാണ് നമ്മൾ തടയിടേണ്ടത്. കാരണം ഒരുപാട് മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം ഇതുപോലെ പൊട്ടക്കിണറുകളിലും റെയിൽവേ ട്രാക്കുകളിലും കൊണ്ടുപോയി സംഘികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ മിശ്രവിവാഹ കണക്കുകൾ എന്ന് കാണാം. NFHS എന്ന സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ ശരാശരി കണക്ക് 2% മിശ്രവിവാഹത്തിൻ്റെതെങ്കിൽ കേരളത്തിൻ്റെത് 5 പോയിന്റ് സംതിങ് വരും. ഇതിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെക്കാൾ കുറവാണ്, താരതമ്യേന വളരെ കുറവാണ് മുസ്ലിം മിശ്രവിവാഹ കണക്കുകൾ. ഇവിടെ മുസ്ലിം പെൺകുട്ടികളെ പ്രീണിപ്പിച്ച് സംഘികൾ കൊണ്ടുപോകുന്നതോ ഹിന്ദുക്കൾ കൊണ്ടുപോകില്ല. ഹിന്ദുക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഹിന്ദുക്കൾ അംഗസംഖ്യയിൽ ഇന്ത്യയിൽ ഒട്ടും കുറവുള്ളവരല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ അംഗസംഖ്യ കൂട്ടേണ്ട ഗതികേടോ അതിനുള്ളൊരു ഏർപ്പാടോ ഹിന്ദു മതത്തിലുള്ളതായി നാം കേട്ടിട്ടില്ല. പക്ഷേ സംഘികൾക്ക് അതുണ്ട്. സംഘികൾക്ക് നല്ല കുടുംബത്തിലെ മുസ്ലിം പെൺകുട്ടികളെ പിഴപ്പിച്ച് നശിപ്പിക്കേണ്ട ചുമതല അവർ ഏറ്റെടുത്തിട്ടുള്ളവരാണ് സംഘികൾ. അവരത് കലാപകാലത്തല്ലാത്തപ്പോഴും സമാധാന കാലത്തും അതിൻ്റെതായ വഴികൾ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നിരവധി പെൺകുട്ടികളെ പിഴപ്പിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് കൊന്നു തള്ളിയിട്ടുള്ളത്. സംഘികൾ കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോയി നശിപ്പിച്ച് റെയിൽവേ ട്രാക്കുകളിൽ ഉപേക്ഷിച്ചിട്ടുള്ളത്. ഈ കണക്കുകൾ തന്നെ സംസാരിക്കും. എന്നിരിക്കെ ശ്രീ വിജി തമ്പിയുടെ കണക്ക് അയാൾക്ക് മാത്രം അറിയുന്ന ഒരു കണക്കാണ്. 100 കോടി വില മതിക്കുന്ന ഒരു നടി മലയാള സിനിമയിലുണ്ടെന്ന് ഏതായാലും ഇപ്പോൾ മനസ്സിലായതിന് വളരെ നല്ലത്. മുമ്പ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നിരുന്ന പലരും, പോലീസിന്റെ തലപ്പത്തിരുന്നവരും സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നവരും മറ്റനേകം പൊതു സമൂഹവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്ന പലരും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവേശിക്കുന്നതോടുകൂടി തങ്ങളുടെ സാമാന്യ ബോധം പോലും ഉപേക്ഷിച്ച്, സാമാന്യ മര്യാദകൾ പോലും വിസ്മരിച്ച് മറ്റ് സമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഏതായാലും വിജി തമ്പി ആദ്യത്തെ ആളല്ല. നമുക്ക് ചിരപരിചിതരായ നിരവധി പേർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. എന്തായാലും ഇത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയെ മാറ്റിമറിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെയായാലും ഇവരെ കൊണ്ടുണ്ടാവുന്ന ഒരു രാഷ്ട്രീയ മാറ്റം ഏതായാലും കേരളത്തിന് ഗുണകരമായിരിക്കില്ല എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പ്രവചിക്കാവുന്നതാണ്, നിസ്സംശയം പറയാവുന്നതാണ്. ഇത്തരം വൃത്തികേടുകൾ പറയുന്ന വ്യക്തികളായിരിക്കും നാളെ കേരളത്തിൽ ഇവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ നേതാക്കൾ എന്ന് വരുമ്പോൾ ഈ സംസ്ഥാനം അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് ഓർത്ത് നമുക്ക് ദുഃഖിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല.